നാസിയെ ഈ ഫുൾ ടൈം മൊബൈലുമ്പോൾ കളിച്ചിരിക്കണ്ടോ ചെറുതായിട്ട് ഇതാ ലൂഡോ ഒക്കെ 2.5 മണിക്കൂർ കളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടിക്ടോക്ക് ഇതൊക്കെ കുറേ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതിലിപ്പോൾ ടിക്ടോക്കും ലൂഡോ കിട്ടുന്നുണ്ടോക്കാം? ടിക്ടോക്ക് കിട്ടുന്നുണ്ടോക്കാം? ഇല്ല. ലൂഡോ ഉണ്ടോക്കാം? ഇല്ല, രണ്ടും പോയി. ഇപ്പോൾ ലൂഡോ വന്നോക്കാം, ടിക്ടോക്ക് വന്നോ? അപ്പം ഇനി ഓരോ ദിവസവും ഇത്ര മണിക്കൂർ മാത്രം ഉപയോഗിച്ചാൽ മതി. രണ്ടും സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അത്ര ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതേപോലെ 9:30 ആകുമ്പോൾ ഫോൺ ലോക്കാവും അല്ലേ? 9:30 ഉറങ്ങണ്ടേ? 9:30 ഉറങ്ങിക്കോട്ടെ അല്ലേ? വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഫ്രം അൽഫാസിൻ ടെക്നോളജീസ്. ഞാൻ അൽത്തഫ് അഹമ്മദ്. കൊറോണയുടെ അല്ലെങ്കിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ഭീതിയിലാണ്. നമ്മുടെ മക്കൾക്കെല്ലാം ഓൺലൈൻ ക്ലാസ്സായി. അവർക്ക് മൊബൈൽ, ടാബ്ലറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നൽകിക്കൊണ്ട് അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ മക്കൾ നമ്മുടെ ഫോൺ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്? ഗെയിം അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ടോ? കുട്ടികൾ അവരുടെ ചെറുപ്രായത്തിൽ കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരുടെ കണ്ണിനും മറ്റുമുണ്ടാകുന്ന അപകടങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. നിർബന്ധമായും പാരൻസ് ഇത് കൺട്രോൾ ചെയ്യണം. പാരൻസിന് കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യവും ഇന്ന് ലഭ്യമാണ്. മക്കളുടെ കയ്യിൽ ഒരു ഫോൺ നൽകുമ്പോൾ ആ ഫോണിനെ പാരൻസിന് എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതിലേക്ക് നമുക്കൊരു സൗണ്ട് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. മക്കളുടെ ഫോണിൽ ഏതെല്ലാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയണം, എത്ര സമയം ഉപയോഗിക്കാൻ കഴിയണം, എല്ലാം പാരൻസിന് സെറ്റ് ചെയ്യാൻ കഴിയും. കുട്ടികൾ കൂടുതലായും ഗെയിം അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷന് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ അവരുടെ കണ്ണിനും മറ്റുമുണ്ടാകുന്ന അപകടങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെല്ലാം നമുക്ക് തടയിടാം. എൻ്റെ സഹോദരിയുടെ മക്കളായ നാസിയും ജാസിയും നിങ്ങൾ കണ്ടു. അവരുടെ കയ്യിലൊരു ഫോൺ നൽകി ആ ഫോണിനെ ഞാൻ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. 2 ആപ്ലിക്കേഷൻ ഞാൻ ഡിസേബിൾ ചെയ്തു. പിന്നെ ആ ആപ്ലിക്കേഷൻ അവരുടെ ഫോണിൽ നോക്കിയാൽ അവർക്ക് കാണില്ല. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇനാബിൾ ചെയ്യാം. അതും ഞാൻ ചെയ്ത് കാണിച്ചു തന്നു. നമ്മുടെ മക്കൾക്ക് കൊടുത്ത ഫോൺ ഏത് സമയത്ത് ലോക്ക് ആവണം, ഏത് സമയത്ത് അൺലോക്ക് ആവണം, ഏതെല്ലാം സമയത്ത് അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയണം, എല്ലാം സെറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ഗൂഗിൾ സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് അവരുടെ കറണ്ട് ലൊക്കേഷൻ എവിടെയാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അവരുടെ ഫോണിലേക്ക് ഒരു സൗണ്ട് വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. അവരുടെ ഫോണിൽ സിമ്മില്ല എന്നുണ്ടെങ്കിലും അവരുടെ ഫോണിലേക്ക് ഒരു സൗണ്ട് പ്ലേ ചെയ്യാനും സാധ്യമാണ്. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുക, കോൺഫിഗർ ചെയ്യുക എന്ന് പാരൻസ് നിർബന്ധമായും അറിയേണ്ട കാര്യം കൂടിയാണ്. എങ്ങനെ ഇത് ഉപയോഗിക്കാം, എങ്ങനെ ഇത് കോൺഫിഗർ ചെയ്യാം, എല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അൽഫാസിൻ ടെക്നോളജീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അൽഫാസിൻ ടെക്നോളജീസ് എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഫാമിലി ലിങ്ക് ഫോർ പാരൻസ് എന്നുള്ള ആപ്ലിക്കേഷൻ പാരൻസിൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ ഫാമിലി ലിങ്ക് ഫോർ ചൈൽഡ് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മക്കളുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. തുടർന്ന് താഴെ കാണുന്ന നീല ബട്ടൺ പ്രസ് ചെയ്യുക. 2-3 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കും. ശേഷം നിങ്ങളുടെ ഫോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ID സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഫാമിലി ലിങ്ക് ഫോർ പാരൻസ് എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻ എന്നുള്ള ആപ്ലിക്കേഷൻ മക്കളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. തുടർന്ന് ചോദിക്കുന്ന വിൻഡോയിൽ ദിസ് ഡിവൈസ് എന്ന് കൊടുക്കുക. ശേഷം മക്കളുടെ ഫോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ID ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ഒരു കോഡ് അടിക്കാൻ വേണ്ടി പറയും. ആ കോഡ് പാരൻസിൻ്റെ ഫോണിൽ നിന്നാണ് ലഭിക്കുക. നമുക്ക് പാരൻസിൻ്റെ ഫോണിൽ മുകളിലായി ഒരു പ്ലസ് ബട്ടൺ കാണാം ആഡ് ചെയ്യാനായി. പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നത് കാണാം ഡസ് യുവർ ചൈൽഡ് ഹാവ് എ ഗൂഗിൾ അക്കൗണ്ട്? നമ്മുടെ മക്കൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളത്. മക്കളുടെ ഫോണിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. അതിന് യെസ് എന്ന് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു കോഡ് നമ്പർ കാണിക്കുന്നുണ്ട്. ഈ കോഡ് നമ്പർ നമ്മുടെ മക്കളുടെ ഫോണിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. കോഡ് നമ്പർ എൻ്റർ ചെയ്ത ശേഷം നമ്മുടെ മക്കളുടെ ഇമെയിൽ IDയുടെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് കൂടി മക്കളുടെ ഫോണിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന വിൻഡോയിൽ ജോയിൻ എന്ന് കൊടുക്കുക. ഇപ്പോൾ മക്കളുടെ ഫോണിൽ വെയിറ്റിംഗ് ഫോർ യുവർ പാരൻ്റ് എന്ന് കാണാം. ഇനി പാരൻസിൻ്റെ ഫോണിൽ യെസ് എന്ന് കൊടുക്കുക. മക്കളുടെ ഫോണിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ മോർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് കാണും. നെക്സ്റ്റ് കൊടുക്കുക. ശേഷം അലോ എന്ന് കൊടുക്കുക. തുടർന്ന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ ആക്ടിവേറ്റ് എന്നുകൂടി കൊടുക്കുക. ഇപ്പോൾ മക്കളുടെ ഫോണിൽ കാണാം ഗോ ആൻഡ് ഗെറ്റ് യുവർ പാരൻ്റ് എന്ന് കാണാം. അവിടെ നെക്സ്റ്റ് കൊടുക്കുക.
ശേഷം മക്കളുടെ ഫോണിൻ്റെ പേര് എന്താണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെയും നെക്സ്റ്റ് കൊടുക്കുക. പേര് വേണമെങ്കിൽ നമുക്ക് പേര് മാറ്റാം, അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. മക്കളുടെ ഫോണിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. യുവർ ഡിവൈസസ് ആർ കണക്റ്റഡ് എന്ന് മക്കളുടെ ഫോണിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ശേഷം ഡൺ എന്ന് കൊടുക്കുക. അതുപോലെ പാരൻസിൻ്റെ ഫോണിൽ 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. കസ്റ്റമൈസ് പാരൻ്റൽ കൺട്രോൾ എന്നും യൂസ് ഡിഫോൾട്ട് പാരൻ്റൽ കൺട്രോൾ എന്നും. നമുക്ക് യൂസ് ഡിഫോൾട്ട് പാരൻ്റൽ കൺട്രോൾ എന്ന് കൊടുക്കാം. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇനി മക്കളുടെ ഫോണിലെ ആപ്ലിക്കേഷൻ നമുക്ക് ക്ലോസ് ചെയ്തിടാം. ഇനി പാരൻസിൻ്റെ ഫോണിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാം നമ്മുടെ മക്കൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന്. അവരുടെ കറണ്ട് ലൊക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ അവരുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ മക്കളുടെ ഫോണിൽ നമുക്ക് ലിമിറ്റ് വെക്കാം. ഓരോ ആപ്ലിക്കേഷനും എത്ര യൂസ് ചെയ്യണമെന്ന് നമുക്ക് ലിമിറ്റ് വെക്കാം. അതിനായി നമ്മുടെ ഫോണിൽ നിന്നും സെറ്റ് ലിമിറ്റ് എന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ഏതെല്ലാം ആപ്ലിക്കേഷൻ അവർക്ക് ഉപയോഗിക്കണം, ഏതെല്ലാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അനുവദിക്കേണ്ട എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് എടുക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത ശേഷം അലോ ആപ്പ് എന്നുള്ളത് ഓഫ് ചെയ്ത് വെച്ചു. ഇപ്പോൾ മക്കളുടെ ഫോണിൽ നിന്നും ഫേസ്ബുക്ക് അപ്രത്യക്ഷമായത് നിങ്ങൾക്ക് കാണാം. മക്കളുടെ ഫോണിലുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഈ ലുഡോ കിങ് എന്ന് പറയുന്ന ഈ ഗെയിം ഞാനിവിടെ ടൈം സെറ്റ് ചെയ്യാണ്. അതിനായി ലുഡോ കിങ് എന്ന് കാണുന്നതിൻ്റെ നേരെ വലതുവശത്ത് കാണുന്ന ഐക്കണിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ സെറ്റ് ലിമിറ്റ് എന്ന് കാണുന്നുണ്ട്. അവർക്കിത് എത്ര മിനിറ്റ് ഉപയോഗിക്കാൻ കഴിയണം എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ഉപയോഗിച്ചാൽ മനസ്സിലെങ്കിൽ 30 മിനിറ്റ് കൊടുക്കാം. ഇനി 1 അവർ ആണെങ്കിൽ 1 അവർ കൊടുക്കാം. എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 0 ഹവർ ആൻഡ് 30 മിനിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി ആ ആപ്ലിക്കേഷൻ ആകെ 30 മിനിറ്റ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഒന്നുകൂടി ബാക്കിൽ പോന്ന് സ്ക്രീൻ ടൈം എന്ന് കാണുന്നുണ്ട്. അത് ടച്ച് ചെയ്തു. ഓരോ ദിവസവും എത്ര സമയം മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിക്കണം എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് മൺഡേ 3 hours, ട്യൂസ്ഡേ 3 hours, വെനസ്ഡേ 3 hours, അങ്ങനെ എല്ലാം ഇവിടെ കാണുന്നുണ്ട്. സാറ്റർഡേ നോ ലിമിറ്റ്, സൺഡേ നോ ലിമിറ്റ് അങ്ങനെ കാണുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാം. അതുപോലെ ബെഡ് ടൈം വേണമെങ്കിൽ നമുക്ക് അതും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബെഡ് ടൈം സെറ്റ് ചെയ്യുകയാണ്. മൺഡേ രാത്രി 9 മണി മുതൽ രാവിലെ 7 മണി വരെ ബെഡ് ടൈമാണ്. അപ്പോൾ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്താൽ അവർക്ക് ഈ ടൈമിൽ മൊബൈൽ ഉപയോഗിക്കാൻ കഴിയില്ല. ആ സമയം ഫോൺ ലോക്ക് ആയിരിക്കും. ഇവിടെ കാണുന്ന ആൾസോ അപ്ലൈ ടു എന്നതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾ നൈറ്റ് എന്നും സ്കൂൾ സൺഡേ ടു തേഴ്സ്ഡേ എന്നും കാണാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ ആൾ നൈറ്റ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെയും സെറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഓരോ ദിവസത്തേക്കും സെപ്പറേറ്റ് ആയി നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ശേഷം മുകളിൽ കാണുന്ന ബട്ടൺ ഓൺ ചെയ്തിടുക. തുടർന്ന് സേവ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബെഡ് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ടൈമിൽ മാത്രമേ അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇനി അഥവാ മക്കൾ ഫോൺ ഒളിപ്പിച്ച് വെച്ചാൽ നമുക്ക് ആ ഫോണിൽ ഒരു സൗണ്ട് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. പ്ലേ സൗണ്ട് എന്ന് കാണുന്ന ബട്ടണിൽ ടച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. വീഡിയോ എല്ലാ പാരൻസിനും ഇഷ്ടമായിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കുട്ടികളുടെ കയ്യിൽ ഫോൺ നൽകുന്ന സമയത്ത് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് പരമാവധി കുറച്ച് കൊടുക്കുക. അതുപോലെ ഫോണിൽ ഐ പ്രൊട്ടക്ഷൻ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ചില ഫോണിൽ ബ്ലൂ കട്ട് അങ്ങനെ പല പേരിലായിരിക്കും നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കുക. ആ ഓപ്ഷൻ ഇനാബിൾ ചെയ്തിടുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്നും ബ്ലൂ കളർ വരുന്നതിനെ കുറക്കും. സാധാരണ നമ്മൾ കണ്ണടയെല്ലാം മേടിക്കുന്ന സമയത്ത് ബ്ലൂ കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർ കണ്ണടയിൽ ആഡ് ചെയ്ത് തരും. കമ്പ്യൂട്ടറെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് ബ്ലൂ കൂടുതലായി വരുന്നതിനെ തടയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം ഫോണിൽ ഇനാബിൾ ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് ഫോൺ നൽകാൻ. ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഇത് വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ അൽഫാസിൻ ടെക്നോളജീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി ലഭിക്കും. അൽഫാസിൻ ടെക്നോളജീസിൻ്റെ ഫേസ്ബുക്ക് പേജ് കൂടി ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം ഒരുപാട് ഉപകാരപ്രദമായ മറ്റൊരു അറിവുമായി. അതുവരേക്കും ബൈ.